ഇന്ത്യ യു.എസ് വ്യാപാര തർക്കങ്ങൾ അധികം മാറ്റമില്ലാതെ തുടരുന്നതുകൊണ്ട് യു.എസിലെ ഇന്ത്യക്കാർക്ക് കൂടുതൽ തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് വരുന്നത്. ട്രംപിന്റെ ചില തീരുമാനങ്ങൾ ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. യു.എസിൽ തൊഴിൽ ചെയ്യുന്ന ഇന്ത്യക്കാരെ ഏത് നിമിഷം വേണമെങ്കിലും അവിടെ നിന്നും പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കാനും ഇടയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ എങ്ങോട്ട് പോകും, അവരുടെ ഭാവി എന്താകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി കൂടുതൽ സ്വീകാര്യതയുള്ള പദ്ധതികളും അവരെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിക്കും. പതിറ്റാണ്ടുകളായി അഭിലാഷമുള്ള പ്രൊഫഷണലുകളുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമായും കഴിവുകൾ അഭിവൃദ്ധിയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു നാടായും അമേരിക്കയെ ചിത്രീകരിച്ചു വരുന്നു. എന്നിരുന്നാലും H-1B, L-1 വിസകളിലുള്ള ഇന്ത്യക്കാർക്ക് ഈ വാഗ്ദാനം കൂടുതൽ അനിശ്ചിതത്വം നിറഞ്ഞതാണ്. യു.എസ് കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ സ്പെഷ്യാലിറ്റി തൊഴിലുകളിൽ നിയമിക്കാൻ അനുവദിക്കുന്ന ഒരു നോൺ ഇമിഗ്രന്റ് പ്രോഗ്രാമായ H-1B വിസ വാർഷിക പരിധികൾക്കും ലോട്ടറി സംവിധാനത്തിനും വിധേയമാണ്. ഇത് ഉടമകളെ വിപുലീകരണങ്ങൾക്കും സ്ഥിര താമസത്തിനും തൊഴിലുടമ സ്പോൺസർഷിപ്പിനെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഒരു കാലത്ത് പ്രൊഫഷണൽ വളർച്ചയിലേക്കുള്ള ഒരു കവാടമായി കാണപ്പെട്ടിരുന്ന ഈ സംവിധാനം ഇപ്പോൾ കരിയറുകളും ജീവിത തീരുമാനങ്ങളും നിരന്തരം ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു സങ്കീർണ കുഴപ്പമായി പ്രവർത്തിക്കുന്നുണ്ട്. ട്രംപ് തന്ത്രജ്ഞനായ സ്റ്റീവ് ബാനർ എല്ലാ വിദേശ വിദ്യാർത്ഥി വിസകളും ഉടൻ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഒരു വിദേശ വിദ്യാർത്ഥിയും രാജ്യത്ത് ഉണ്ടാകരുത് എന്ന് പ്രഖ്യാപിച്ചു. അമേരിക്കൻ ടെക് ബിരുദധാരികളുമായി മത്സരിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യൻ H-1B വിസ ഉടമകളെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് വനിത മാർജോറി ടെയ്ലർ ഗ്രീൻ ഈ നിലപാട് ശക്തിപ്പെടുത്തി. വിശാലമായ ഒരു കാഴ്ചപ്പാട് കൂട്ടിച്ചേർത്തുകൊണ്ട് അത്തരം നടപടികൾ നവീകരണത്തെ ദുർബലപ്പെടുത്തുകയും യു.എസ് ടെക്നോളജി മേഖലയ്ക്ക് നിർണായകമായ വൈദഗ്ധ്യമുള്ള പ്രതിഭകളുടെ വരവ് നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് ദില്ലൻ മുന്നറിയിപ്പ് നൽകി. ഗൂഗിളിലെ 28 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അടുത്തിടെ റെഡിറ്റിൽ തന്റെ പ്രശ്നം പങ്കുവച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും വിദേശത്തേക്ക് മാറാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല. പക്ഷേ കോവിഡ് സമയത്ത് ഞാൻ കുടുങ്ങിപ്പോയതായി തോന്നി. വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർ നേരിടുന്ന പിരിമുറുക്കം അവർ ചിത്രീകരിച്ചു. പ്രൊഫഷണൽ അഭിലാഷങ്ങളും കുടുംബം, സംസ്കാരം, ദീർഘകാല വ്യക്തിഗത മുൻഗണനകളും തമ്മിലുള്ള വ്യത്യാസം. വിസ പരിമിതികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ എഴുതി, വിസ അനിശ്ചിതത്വം കാരണം ഞങ്ങൾക്ക് എത്ര കാലം ഇവിടെ തുടരാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതേസമയം വീട്ടിലെ വൈകാരിക ആകർഷണം അവർ അംഗീകരിച്ചു. മിക്ക ദിവസങ്ങളിലും ഞാൻ ഇവിടെ സംതൃപ്തനാണ്, പക്ഷേ ചിലപ്പോൾ എനിക്ക് വീട് വളരെയധികം നഷ്ടമാകും. അവരുടെ കഥ ഒരു വലിയ സത്യം പകർത്തുന്നു. H-1B ഹോൾഡർമാരെ സംബന്ധിച്ചിടത്തോളം കരിയർ ആസൂത്രണം വ്യക്തിപരവും സാംസ്കാരികവുമായ നങ്കൂരങ്ങളിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ്. ആഗോള സംഭവ വികാസങ്ങളും ആഭ്യന്തര നയമാറ്റങ്ങളും ആഖ്യാനത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഇന്ത്യയിൽ നിയമനം നിർത്തുക എന്ന അമേരിക്കൻ കമ്പനികളോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല ആഹ്വാനം മൂർച്ചയുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തി. 2025 ജൂലൈ 28-നും ഓഗസ്റ്റ് 8-നും ഇടയിൽ നടത്തിയ ഒരു ബ്ലൈഡൻസ് പോൾ പ്രകാരം യു.എസ് ആസ്ഥാനമായുള്ള പ്രൊഫഷണലുകളിൽ 63% പേർ ഈ നീക്കം തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കരുതി. അതേസമയം ഇന്ത്യ ആസ്ഥാനമായുള്ള പ്രതികരിച്ചവരിൽ 69% പേർ ഇത് തങ്ങളുടെ കമ്പനികൾക്ക് ദോഷം ചെയ്യുമെന്ന് വിശ്വസിച്ചു. ഈ ചർച്ച വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്കിടയിൽ ഒരു അമേരിക്കൻ വിരുദ്ധ ആഖ്യാനത്തിന് ഇന്ധനം നൽകി. ഒരിക്കൽ അവസരങ്ങളെ പ്രതീകപ്പെടുത്തിയിരുന്ന ഒരു സംവിധാനത്തോടുള്ള വർദ്ധിച്ചു വരുന്ന നിരാശയെ എടുത്തു കാണിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യക്കാർ യു.എസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ പ്രായോഗിക ഫലങ്ങളും ഡൈൻസ് പോൾ പരിശോധിച്ചു. 45% പേർ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞു. 25% പേർ മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറുമെന്നും പറഞ്ഞു. 29% പേർ തീരുമാനമെടുത്തിട്ടില്ല. വേതനം വെട്ടിക്കുറയ്ക്കൽ, താഴ്ന്ന ജീവിത നിലവാരം, സാംസ്കാരികമോ കുടുംബപരമോ ആയ ക്രമീകരണം, കുറഞ്ഞ തൊഴിലവസരങ്ങൾ എന്നിവയാണ് രാജ്യം വിടുന്നതിന് പ്രധാന തടസ്സങ്ങൾ. 35% പേർ മാത്രമാണ് വീണ്ടും യു.എസ് വർക്ക് വിസ പിന്തുടരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. ബാക്കിയുള്ള 65% പേർ ഉറപ്പില്ലാത്തവരോ പൂർണ്ണമായും നെഗറ്റീവ് ആയിരുന്നു. കൂടാതെ വിസ ആശ്രിതത്വം, പെട്ടെന്നുള്ള നാടുകടത്തൽ, അപകട സാധ്യതകൾ യു.എസ് ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സിന്റെ ക്യാപ് സബ്ജക്ട് H-1B പെറ്റീഷനുകൾ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രജിസ്ട്രാറുകൾക്കും പെറ്റീഷണർമാർക്കും വേണ്ടിയുള്ള വെയ്റ്റഡ് സെലക്ഷൻ പ്രോസസ് പോലുള്ള റെഗുലേറ്ററി ഷിഫ്റ്റുകൾ, വേതനാധിഷ്ഠിത സംവിധാനം ഉപയോഗിച്ച് ലോട്ടറിയെ മാറ്റിസ്ഥാപിക്കൽ സാധ്യതയുള്ളതിനാൽ H-1B ഉടമകളുടെ പ്രവചനാതീത കൂടുതൽ വർദ്ധിപ്പിച്ചു. ഈ മാറ്റങ്ങൾ ദീർഘകാല കരിയർ ആസൂത്രണത്തെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുകയും യു.എസിലെ പ്രൊഫഷണൽ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.